കമോൺ ഗെറ്റ് ഡൗൺ. ഇവിടെ തന്നെ ഫ്രഷ് ആവാം. താൻ പോയി ഇദ്ദേഹത്തിന് ഡ്രസ് എടുത്തു വന്നാൽ മതി. സർ. ഗുഡ് മോർണിംഗ് സർ. സാർ വീട്ടിൽ നിന്ന് ഇപ്പൊ 4-5 പ്രാവശ്യം വിളിച്ചിരുന്നു. അമ്മച്ചി ആകെ. ബാല, മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കുമുള്ള ദുരിതാശ്വാസ തുക ഇന്ന് തന്നെ റിലീസ് സാർ. അത് റഷ് ത്രൂ ദ ഫോർമാലിറ്റീസ്. പോ മണി, 2 ചായ. സാർ. Forget the mess. കളക്ടേഴ്സ് ബംഗ്ലാവ് എന്നതിനേക്കാൾ ദിസ് ഇസ് എ ബാച്ച്ലേഴ്സ് കബി ഹാൾ. ലുക്സ് ലൈക്ക് ഓൺ സർ. പ്രസാദ് ഇവിടെ ചാർജ് എടുത്തിട്ട് ഇപ്പോ ഇറ്റ്സ് ഹാർഡ്ലി എ വീക്ക് അല്ലേ സർ? സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു അറിഞ്ഞപ്പോ നേതാർ സ്മക്ക് ശങ്കറിനെ പോലെ മറ്റൊരു മഹാവിധി എന്നേ തോന്നിയുള്ളൂ. ബട്ട് നൗ ഐ റിഗ്രറ്റ് ദ ബയസ്. ഇന്നലെ യു ഡിഡ് എ ഹെൽ ഓഫ് എ ജോബ്. താങ്ക് യു സർ. Do you smoke? Sir. No, thanks. Why? What's bugging you? തനിക്ക് എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ല സർ. പറയണം. ഐ ആം നോട്ട് ഷുവർ. ബട്ട് പറയടോ. സർ, യാദൃശ്ചികമാണ്. ഓഫീസിൽ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ വെറുതെ മറിച്ചു നോക്കുമ്പോ യു സ്റ്റംബിൾ അപ്പോൺ മൈ നെയിം അതോ ഫോട്ടോഗ്രാഫർ? ബോത്ത് സർ. പഴയ നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ. അതെ, ബോംബാക്രമണ കേസിൽ പോലീസ് പിടിയിലകപ്പെട്ട മുഖ്യ പ്രതികളിൽ 4ാമത്തെ പേരുകാരൻ. തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ്. ജോസഫ് അലക്സ്. ഞാൻ തന്നെയാണോ അത്? സർ, ഡു യു മീൻ ഇറ്റ്? യെസ്. പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ താൻ എന്റെ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും. Could you stand it? സർ, better you change now. പള്ളിയിൽ അച്ഛനാവാൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിന്റെ ബാപ്റ്റിസം. അതൊരു ബ്രീഫ് സ്റ്റിന്റ്. തിരുസഭയ്ക്കും തിരുമേനുമാർക്കുമെതിരെ കലാപം. അവരെന്നെ പിടിച്ച് പടിയടച്ച് പിണ്ണം വെച്ചു. പിന്നെ അങ്ങോട്ട് വിപ്ലവീര്യം മുറുകിയില്ലേ. ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസ് ഞാൻ അകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാരി മുണ്ടുമുറുക്കി ഇറങ്ങി. മൈ ഫാദർ. അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന് അധികായൻ യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ വിളച്ചു കൊടുത്തു. കേസിലെ എന്റെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും, ഞാൻ പുറത്തും. മകൻ മൈനറാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വഴങ്ങി. ദ മ്യൂട്ടനസ് ഹലൂസിനേഷൻസ് ഓഫ് എൻ അഡോളസന്റ് അബ്സോൾഡ്. മീശ മുളയ്ക്കാത്തവന്റെ വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരുപാധികം മാപ്പ്. ഇറ്റ് വാസ് സോ ഡിസ്കസ്റ്റിംഗ്. മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം. പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല. ഐ ഫ്ലഡ് ടു ഡൽഹി. The rest I think I know. ഡൽഹി JNUവിൽ പഠിത്തം, പൊളിറ്റിക്സ്. രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ശരത്ചന്ദ്ര ചാറ്റർജി MPയുടെ പാർട്ട് ടൈം സെക്രട്ടറി. ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ. ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ്. പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കാലുകുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ. ഐ എം ഫ്ലാറ്റഡ്. അപ്പൊ താൻ എന്റെ ഫയൽ കണ്ടത് ഫ്ലൂക്കിനല്ല. യു നോ മൈ ആന്റിസിഡൻസ്. ഹേയ്, ഞാൻ ഈ ചരിത്രം ഒന്ന് മനഃപൂർവ്വം തപ്പിയെടുത്തതല്ല സർ. ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ, ഏതോ മാഗസിനിൽ. എ റീസെന്റ് ഇഷ്യൂ. ഈ IPS കിട്ടിയില്ലായിരുന്നെങ്കിൽ താൻ ഒരു ജേർണലിസ്റ്റ് ആയനെ. യു മെയ്ഡ് മീ ഓപ്പൺ അപ്പ് റാദർ ബോസ്റ്റ്. Yes, Joseph Alex. No, nothing doing. Absolutely no change. Okay? RDO Sudevanam. The conference will have to wait on MP the flight വൈകുമത്രേ. I said no. MP, the manipulator prince. ഉപജാപങ്ങളുടെ രാജകുമാരൻ.
ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. ആ, കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കെട്ടുന്നതിനിടയിൽ ഒരുത്തൻ കുത്തുകൊണ്ട് ചത്തില്ലേ, കുഞ്ഞാലി, ഓന്റെ ബാപ്പയാ. ചാക്കോ, നോ. ഒന്ന് മാറ്റാൻ പറ. വീടും കുടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും. ആ, ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ, കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ, നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. ആ, കുടിക്കാണ്ട് കാലിച്ചായെങ്കിലും കൊടുത്തോളാം എല്ലാവർക്ക്. ഇല്ല സർ. അയ്യേ, വേഗം കൊടുക്ക്. ആ, ഇതിലേതാ കുഞ്ഞാളുടെ വീട്? ഓ, കഷ്ടം. ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തിനും ഒരു ധൈര്യമായി. ആ, വാങ്ങിച്ചോടാ. എന്റെ ബാപ്പാന്റെ വലിയ ദോസ്തായിരുന്നു ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? ആ, ഡാ, തൽക്കാലം പുലകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന്? കാശില്ലെങ്കിൽ ആരോടെങ്കിലും കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം. കാര്യം നടക്കട്ടെ. ദാ, ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. ഡൽഹിയിൽ നിന്നാ, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്. ആ, ജയകൃഷ്ണൻ ഹിയർ. പുട്ട് മീ ഇൻ ലൈൻ. പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. അനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. ആ, നമസ്തേ നമസ്തേ പ്രസാദ്. ബോലിയേ ആപ്. ആ, എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കനെ മൂക്കൊലിച്ചതിന്. പോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. യെസ്. ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ. അട്ടിച്ച് ഞാൻ. ആ, എവിടോ? എവിടെയെന്ന്? ആ, ദാ ഉണർന്നല്ലോ. വന്നപ്പോ മുതൽ ഉറക്കായിരുന്നു. ഇപ്പൊ അവൻ അറിഞ്ഞാണ് പപ്പ ഡൽഹിന്ന് വന്നെന്ന്. എല്ലടി നീ കൂടെ? മിനിസ്റ്റർ എത്തി. ആ, നീ ആ തങ്കത്തിനെയും കൂട്ടി അകത്തോട്ട് എടുത്ത് അയാൾക്ക് ഒരു കമ്പനി ആവട്ടെ. ആ, നീ ആ ചാക്കോയെ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി നിർത്തി രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തേ. പിടിപ്പിച്ചോട്ടെ. നമസ്തേ ജി. മതിയടോ തങ്കച്ച, കുറേശ്ശേ. ചുമ്മാതല്ല, കണ്ടല്ലോ ലേറ്റ് എഡിഷൻ. 4 കാളമാണ് ഞാൻ കൈന്നിട്ട് കാച്ചിരിക്കുന്നത്. പ്രസ്താവന കണ്ടേ. ആ, പിന്നെ എങ്ങനെ ഇരുന്നു കോൺഫറൻസ്? രാവിലത്തെ സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. ആ, എന്നാ പിടിച്ചോ. എന്തായാലും കളക്ടർ ആള് കൊള്ളാം അല്ലേടോ? ഞങ്ങളുടെ മെത്രാച്ചന്റെ അനന്തരവനായിപ്പോയി. അല്ലെങ്കിലും താനൊന്നും അയാളൊരു ചൊറിയാൻ പോണില്ലടോ. തിരുവനന്തപുരത്ത് ആ പൾസ് ഞാനതങ്ങ് ഡൽഹിയിൽ നിന്ന് അളന്നു. എന്ന് വെച്ചാ എടോ, ക്രമസമാധാന പാലനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ട കർമ്മധീരനും ജനപ്രിയനുമായ ജില്ലാ കളക്ടറെ അങ്ങനങ്ങ് കൈയൊഴിയാൻ തലസ്ഥാനത്ത് വെറും തടിക്കസേരയിൽ അരുളി മരുവ കുഞ്ഞിരാമന് കഴിയില്ല. ഇമേജ് നോക്കണ്ടേ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നാലും ഇതൊരു അഭിമാനക്ഷതമാ. അതും മാനാഭിമാനമുള്ളവർക്ക്, ഈയാക്കല്ല. അനുഭവിച്ചോടോ. എന്റെ അമ്മാവൻ ഗോവിന്ദമേനോനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവനാതാൻ. അങ്ങേരെ വലിച്ച് താഴെ ഇറക്കി 4 കാലും കൂട്ടി നിലത്തടിക്കാൻ ആള് കൂടിയപ്പോ അന്നേരം വരെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയവനാതാൻ. താൻ അനുഭവിച്ചോ? കാള എന്റെ മെമ്പറെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അല്ല, അതിപ്പോ ഈ ഘടകകക്ഷികളെ കൂട്ടി ഞാനൊന്ന് പ്രഷർ ചെലുത്തി നോക്കിയാലോ? കുന്തം. എടോ, പെരുവഴി കൂടെ ചുമ്മാ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു എരപ്പാളി തിരിഞ്ഞു നിന്ന് ഒരാട്ടാട്ടിയാൽ അതിന്റെ പേര് രാജിവെക്കുന്ന പാർട്ടിയോടാണോ പ്രഷർ? നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അയാൾ റിസൈൻ ചെയ്യും. അതോടെ തീരും ഈ കളി. പിന്നെ താനൊക്കെ കമഴ്ന്ന് കിടന്ന് നടുവര. അയ്യോ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നെ.
ആ പിന്നെ തനിക്ക് ഒരു കാര്യത്തിൽ പ്രഷർ ചെലുത്താം. ദാറ്റ് ഈസ് ഫോർ കമ്മീഷണർ ശങ്കർ. കൃത്യവിലോപത്തിന്റെ പേരിൽ നടപടി വരാതിരിക്കാൻ അവനു വേണ്ടി താനൊന്ന് കരഞ്ഞ് കാലു പിടിക്കണം ക്യാബിനറ്റിൽ. അറിയാമല്ലോ, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് മാൻ. ഡൺ. ഗുഡ്. എന്താടാ? അമ്മാവൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 5:30 എത്തും. കാണുന്ന മെസ്സേജ് ഉണ്ട്. ആ എന്നാ പിന്നെ നമുക്ക് വരുന്നോ കാണാൻ? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഫേസ് ചെയ്യാൻ ഒരു ഗുരുവായൂരപ്പാ തുടക്കടാ. നല്ലവണ്ണം തുടക്കടാ. അങ്ങനെ നാണപ്പാ, എന്തോ ഇതുപോലെ എന്റെ കോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. ആ ശരിക്കും തുടച്ചോ. അങ്ങനെ തുടച്ചോ. ആ വന്നല്ലോ. എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഏയ് ഒന്നുമില്ല. താൻ പാടോ. എടോ, സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂറ് എന്നോടാ. അതറിയാമല്ലോ എനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ആ ഇന്ത്യൻസുകാരെ. എന്താടോ ഒരു ചിരി? അല്ല, ഗുരുവായൂർ നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അപ്പൊ ഓർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ടത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞെ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. പക്ഷേ നിന്റെ മുഖം ഒന്ന് വിളറി. അമ്മാവൻ വെറുതെ. അല്ല കുഞ്ഞെ, അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എടോ, എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് പിടച്ചു. എന്താടോ, ഒക്കേറ്റിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? എടോ, കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെയും നിന്റെ അമ്മയെ ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്നു മുതൽ ഇന്നോളം നിന്റെ വളർച്ച 2 കണ്ണും നിറഞ്ഞ് കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല, പകയും പ്രതികാരവും എതിരാളിയെ കൊന്നൊടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞെ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി നാണം കെട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ. എനിക്ക് അങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത, അല്ലെങ്കിൽ സെനായിൽ ഡെലിൻക്വൻസി. 21-ാം വയസ്സിൽ പ്രഫുറാം എസ്റ്റേറ്റ് കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാനരകൾ ബാധിച്ചു ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്തെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചു പിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ടു ബിൽഡ് മൈ ഓൺ എംപയർ. എനിക്കെന്ത് പ്രാന്താണോ? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം. സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാടെ ജയിലിലും സമരങ്ങളിലും ഹോമിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ കൊക്കി കുരച്ച് കുടലുപരുത്ത് മരിച്ച കുഞ്ഞികൃഷ്ണ വാര്യരുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ മെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് അങ്ങ് ആകാശം മുട്ട വളർന്നു കയറിയ എന്റെ അമ്മാവന്റെ രക്തം, അത് തന്നെ എന്റെ സിരകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പാവം, ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്രയൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കറിയാവടാ, എന്റെ മുമ്പിൽ ഗോവിന്ദമേനോൻ നിന്ന് ചുരുങ്ങുന്നത് കണ്ടപ്പോ ഒറ്റത്തുള്ളി മദ്യം കഴിക്കാതെ ഒരു കുപ്പി അകത്തിയെടുത്തിയ ലഹരി തോന്നിയടാ എനിക്ക്.
ഷ്രൂഡാണത്രേ, ഷ്രൂഡ്. കിങ് മേക്കർ ആണത്രേ. ഒരു പുല്ലു അല്ലടാ. ആയിരുന്നെങ്കില് അങ്ങ് ഡൽഹിയിലിരിക്കും വെറും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ ഇയാളെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. കെട്ടിച്ചമച്ച ഇന്റലിജൻസ് സ്ക്രാപ്പ്. അനന്ത, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തീപ്പൊരി, ഒരു സ്ഫോടനം, ലഹള, വെടിവയ്പ്, 12 മനുഷ്യജീവൻ മതിയടോ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് ചോദ്യചിഹ്ന സഹിതം മുഖപ്രസംഗം എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്ക് നമ്മളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ആണോടാ? അല്ല. ചിരിക്കുന്നോടാ കള്ളത്താ തോന്നി. Then Anandan, any message from your Bombay boss Vikram Khorpade? വിക്രംജി നേപ്പാളിലാണ് സാർ. ഒരു വെക്കേഷൻ. ഹി ഈസ് ഓൺ എ ഗാംബ്ലിംഗ് സ്പ്രീ. വിളിക്കുമ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കണം, നിന്നെ എനിക്ക് വിട്ടു തന്നതിന്. ജലാൽ, get him a drink. യെസ്. ലഹളയിൽ കൊല്ലപ്പെട്ട നിന്റെ 2 ആൾക്കാരെയും പോലീസ് ഒരു കാലത്തും തിരിച്ചറിയില്ല. കമ്മീഷണർ ശങ്കർ അത് ഉറപ്പാക്കി. താങ്ക് യു. വെൽക്കം. പിന്നെ ഒരുത്തിനെ നമ്മൾ നേരത്തെ തട്ടിയില്ലേ? വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡി? എവിടെ കൊണ്ടുവന്ന് ഒതുക്കി? ഇറ്റ്സ് ടേക്കൻ കെയർ ഓഫ് സർ. ഭദ്രം. പാവം. ഇൻവെസ്റ്റിഗേറ്റീവ് ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു അകാല ചരമം. എന്താ കമ്മീഷണറുടെ പേര് പറഞ്ഞിരുന്നല്ലോ? വാട്ട് വാസ് ദാറ്റ്? മധുകുമാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ഇയാളെ കാണാതായിട്ടിപ്പോ ഇന്നേക്ക് 4 ദിവസമായി സാർ. ടൗണിലെ ലഹളയും കുറ്റമൊക്കെ ഉണ്ടായ അന്ന് രാത്രിയില്ല. എന്താ ലഹളക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ മകന്? അയ്യോ, അങ്ങനെയൊന്നും. അന്ന് രാത്രി ഫോൺ ചെയ്തിരുന്നു, ആ, പിന്നെ ഇതുവരെ യാതൊരു വിവരവുമില്ല. അതെ റിട്ടയർഡ് സ്കൂൾ മാഷാണല്ലേ? സാർ. അപ്പൊ കാര്യഗൗരവമില്ലാഞ്ഞിട്ടല്ല. അയ്യോ സാർ, എന്നിട്ടും സ്വന്തം മകനെ കാണാതായി 4 ദിവസം തികയുമ്പോഴാണ് വിവരം പോലീസിലൊന്ന് ധരിപ്പിച്ചു കളയാമെന്ന് മാഷക്ക് തോന്നുന്നത്. വൈ? സത്യം പറയാമല്ലോ സാർ, 2 കുട്ടികളായിരിക്കും, ഒരു മകനും മകളും. അമ്മയില്ലാതെ വളർന്നവരായതുകൊണ്ട് ശാസിച്ചിട്ടില്ല, ഒന്നും തടഞ്ഞിട്ടുമില്ല. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയ നാൾ മുതൽ മകൻ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പത്രക്കാരോട് കമ്പനി കൂടി കാട്ടിലും മലയിലുമൊക്കെ ആരോടും പറയാതെ ഒരു യാത്രയാണ്. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ടാവും വിളി. അതുകൊണ്ട് 1 or 2 ദിവസം വീട്ടിൽ വന്നില്ലെങ്കിലും മനപ്രയാസം ഉണ്ടാവുമെന്നല്ലാതെ ഇങ്ങനെ. മുമ്പ് 1-2 തവണ കാണാണ്ടായപ്പോ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ പോലീസുകാർക്ക് തന്നെ അതൊരു തമാശ ആയോ എന്നൊരു സംശയം. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ വാതുക്കൾ എന്നെ പ്രതീക്ഷിച്ച മകൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ശരി മാഷെ, ഞാൻ അന്വേഷിപ്പിക്കാം, വിഷമിക്കണ്ട. ഒരുപക്ഷെ ഇതും മകന്റെ ഒരു പതിവ് തമാശയാണെങ്കിലോ? തിരിച്ചു ചെല്ലുമ്പോ ആള് വീട്ടിലുണ്ടാവുമെങ്കിലോ? എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. ഇക്കുറി അവനെ കാണാണ്ടായപ്പോ പോലെ എന്തോ ഒരു ആപൽഭീതി പോലെ, മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം. ഒരുപക്ഷെ കൂടുതൽ വയസ്സാവടേന്റെ ആവാം. മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിയിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യേ സാരമില്ല, ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഹലോ കസബ, ACP പ്രസാദ്, നോട്ട് ചെയ്തോളൂ. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ. ഞാൻ ഫോട്ടോയും ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തു വിടുന്നു. പിന്നെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെയോ റൂറലോ എവിടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് I will call later. Sorry sir. മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന് അർത്ഥമില്ല. ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തേ ഉള്ളൂ. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഒരു കുഴപ്പമില്ല മാഷേ. തിരിച്ചെത്തുമ്പോ വാതുക്കെ തന്നെ അച്ഛനെ കാത്ത് മകൻ നിൽപ്പുണ്ടാവും. അപ്പൊ ശരി മാഷേ. Yes. Good morning, sir. Sir, I will make it. Sharp 6:30. Sir. A sharp deviation from the truth. ഇവിടെ നടന്ന ലഹളകളെ കുറിച്ച് കമ്മീഷണർ ശങ്കർ മേലാവിലേക്ക് അയച്ച റിപ്പോർട്ട് വായിച്ചാൽ അങ്ങനെ തോന്നൂ. ആൻഡ് ഇറ്റ്സ് എ ഷെയിം ഓൺ ദ പോലീസ്. Hey, don't get snapped. പ്രസാദ്, ഈ IAS-ഉം IPS-ഉം തമ്മിലുള്ള ബന്ധത്തിന് ഒറ്റ ഫ്രൈസിൽ ഒരു വിശേഷണമാവാം.
ഓൾവേസ് ഇറ്റ് ലോഗർ ഹെഡ്സ്. കണ്ടാൽ പരസ്പരം കടിച്ചു കയറുന്ന സ്നേഹം, തീർത്താൽ തീരാത്ത ഈഗോ ക്ലാഷ്. പക്ഷേ ഇൻ ദിസ് കേസ് അതല്ല പ്രശ്നം. പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള കളക്ടറുടെ അത്യുത്സാഹവുമല്ല. തനിക്ക് മനസ്സിലാവുന്നില്ലേ? തെളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷേ വാട്ട്സ് ബ്രൂഡിംഗ് യു എന്ന് സ്വയം ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഒന്നുറപ്പാണ്, the riot was pre-planned. സർ, ലഹളയ്ക്ക് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ സോഴ്സ്, കൊല്ലപ്പെട്ടവരിൽ ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ലാത്തവരെ ചുറ്റിപ്പറ്റിയുള്ള മിസ്റ്ററീസ് ആൻഡ് എബവ് ഓൾ തന്റെ ബോസിന്റെ റിപ്പോർട്ട്. ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഇതിലില്ല, സൂചനകളും സംശയങ്ങളുമില്ല. എല്ലാം തികച്ചും യാദൃച്ഛികമെന്ന് കൈ കഴുകുന്ന cooked up fabricated trash. സത്യങ്ങൾ കുഴിച്ചുമൂടാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം. ബട്ട് വാട്ട് ദ ഡാം ഫോർ? എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടി? Don't you smell a rat somewhere? സർ. Good. കാക്കി വേണോ കളക്ടർ ആവണോ എന്ന് മുൻപെങ്ങോ ഒരു നിമിഷം സംശയിച്ചു പോയതിന്റെ ഹാങ് ഓവർ ആവാം. അല്ലെങ്കിൽ വെടിയേറ്റ് പിടഞ്ഞ 12 മനുഷ്യാത്മാക്കൾ ഇപ്പോഴും എന്റെ ഉറക്കം കെടുത്തുന്നുകൊണ്ടാവാം. കലക്ടർ പരിധികൾ ലംഘിക്കുന്നു എന്ന് തോന്നരുത് പ്ലീസ്. ഈ ലഹളയ്ക്ക് പിന്നിലെ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ നമ്മൾ കണ്ടെത്തിയേ തീരൂ. ഐ വാണ്ട് എ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ. അതിന് താൻ എന്നെ സഹായിക്കണം. വെരി മച്ച് സർ. കീപ് യുവർ ഐസ് ഓപ്പൺ. അസ്വാഭാവികമായതെന്തും ആരെക്കുറിച്ചായാലും റിപ്പോർട്ട് മീ. തനിക്ക് എന്നെ വിശ്വസിക്കാം. സർ. എക്സ്ക്യൂസ് മീ സർ. ആ ബാലൻ സർ, പുതിയ അസിസ്റ്റന്റ് കളക്ടറിന്റെ ട്രെയിനിങ് റിപ്പോർട്ടിംഗ് ടൈം കഴിഞ്ഞല്ലോ. നീ എപ്പോഴാണോ കിട്ടിയെടുക്കുക? എനി ന്യൂസ്? എന്നെ കണ്ടിട്ട് എന്താ സ്പിരിറ്റ്സിനെ കണ്ടമാരി ഭയന്നിട്ട്? Now you look like an alien. വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്നതുപോലെ. E.T. കണ്ടിട്ടില്ലേ? The movie Extraterrestrial. You resemble E.T. And you look too sweet. ഹലോ, നമ്മൾ ആരാ മനസ്സിലായില്ലല്ലോ? ചോദിച്ചു കേട്ടില്ലേ ആരാ നിങ്ങള്? First you salute, then talk. ഞാൻ അനുര മുഖർജി, നമ്പർ 69 പാർക്ക് സർക്കസ്, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. പിന്നെ there is a small tail, ഒരു ചെറിയ വാല്. മിസ് അനുര മുഖർജി IAS, അസിസ്റ്റന്റ് കളക്ടർ, അണ്ടർ ട്രെയിനിങ്. That's a good boy. കാറിന്റെ ബൂട്ടിൽ എന്റെ ലഗേജ് ഉണ്ട്, ഒന്നിറക്കി അകത്ത് വെക്കണം. And take care, don't spoil my clothes, okay? സർ. സാറല്ല മാം, മാഡം. ഓ സോറി, ഞാൻ ഓർത്തില്ല. സോറി ട്ടോ. എവിടെ കളക്ടർ സർ? Is he in? അത് സാർ ഓഫീസില്. No probs. I don't mind. I can wait. ആ, എന്റെ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചോണേ. ശരിക്ക് പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ചേച്ചേ, ഒരു ലവ് സിറ്റി. അല്ലേലും നിങ്ങൾ മലയാളികൾക്ക് ചായ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇതിപ്പോ എന്റെ അമ്മ ഉണ്ടാക്കണ ചായ പോലെയാ. അയ്യോ ഞാൻ ഹേയ്, ഞാൻ വെറുതെ ഒരു ജോക്ക് അടിച്ചല്ലേ മണി. ഹായ്, നല്ല ചായ കേട്ടോ. എവിടെയാ അമ്മയുടെ സ്ഥലം? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. This house looks so grubby. കേട്ടോ, ഇവിടെ വരുന്നവരൊക്കെ പറയുന്നുണ്ടാവൂലേ. It suits my taste anyway. ഈ കളക്ടറുടെ ഫാമിലി ഒന്നുമില്ല ഇവിടെ? അത് ബാച്ചിലറാ. Oh yes, I was told. അരെ വാ, ജോസഫ് അലക്സ്, ക്രോണിക് ബാച്ചിലർ.
കോളേജ് ഡേയ്സിലെങ്ങാനും ആരെങ്കിലും പെമ്പിള്ളേര് കളിപ്പിച്ചിട്ടുണ്ടാവും പാവത്തിനല്ലേ? അയ്യോ അതല്ല, അമ്മച്ചി ആലോചിക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഏർലി ദി ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ഈ ബാച്ചിലേഴ്സ് ആണുങ്ങളൊക്കെ ഭയങ്കര ചൂടാ. They keep on nagging you. സത്യത്തിൽ ഈ കളക്ടേഴ്സ് ബംഗ്ലാവ്സ് ഒക്കെ ഫുള്ളി എയർ കണ്ടീഷൻ ചെയ്യണം. എന്തൊരു ചൂടാ. എന്താടോ ഇത്? ആരാ ഈ? അത് സർ, മാഡം. മാഡം? വാട്ട് ബ്ലഡി? My goodness. Look what you have done to my clothes. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ സൂക്ഷിച്ച്. And who the bloody freak are you? Oh God. I asked you, who the freak are you to order things around here? Sir, I am Anura Mukherjee, Assistant Collector. I'm sorry, sir. നോക്കി നിൽക്കാതെ എടുത്ത് മാറ്റടോ. സർ. Sir, I'm sorry. Shut up. Sir. ഒന്ന് help you, please. മണി, ഓ Please. Hey. Oh. സുദേവൻ, ജോസഫ് അലക്സി. അസിസ്റ്റന്റ് കളക്ടർ അക്കോമഡേഷന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഷീസ് ഹിയർ. ഇന്നൊരു ദിവസത്തെ ഗസ്റ്റ് ഹൗസിലെ, പിന്നെ ഗെറ്റ് ഹിയർ ക്വാർട്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, യു വെയിറ്റ് ദേർ. Sorry for the show, sir. ട്രിവാൻഡ്രത്ത് പുതിയ ബാച്ചിന്റെ ഗെറ്റ് ടുഗദറിന് യു കുഡിൻ മേക്ക് ഇറ്റ് അല്ലേ? ഐ മീൻ ഇവിടെ റൈറ്റ്സും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രൊബേഷണേഴ്സിന്റെ ഇൻഫോർമൽ ചാറ്റ്സിലൊക്കെ യു ആർ ദി ടോപ്പിക്. റാദർ ഫോക്കസ്. ദാറ്റ്സ് യുവർ ബാക്ക്ബോൺ, ദ ഫൈബർ ഓഫ് യുവർ സ്പൈൻ. ശരിക്കും ഗോസിപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ മിനിസ്റ്ററുമായിട്ട് വഴക്കുണ്ടായതും പിന്നെ Sit decently and put your dress properly. IAS training manual copy ഉണ്ടാവില്ലേ? Sir. Get it then. Turn to page 6. Chapter 2, clause 6. വായിക്കണം. Immediately on completion of the training at the state headquarters, the probationers will proceed to the district headquarters and they are not entitled to joining time other than transit time for proceeding to the district headquarters. ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാനത്ത് നിന്നും ജില്ലാ ആസ്ഥാനത്തേക്കുള്ള യാത്രാ സമയം ഇവിടെ എത്തി ജോയിൻ ചെയ്യാൻ അതിലേറെ വൈകിക്കൂടാ. അതാണ് ചട്ടം. And tell me, why the bloody hell are you late to report? സോറി സർ, ട്രിവാൻഡ്രത്തുനിന്ന് ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി വരാലോ എന്ന് കരുതിയിട്ട്. പ്ലഷർ ട്രിപ്പ് അല്ലേ? ടു ബി ഫ്രാങ്ക്, യെസ് സർ. പേരിന്റെ അറ്റത്തൊരു മുഖർജി ഉണ്ടെങ്കിലും ഐ എം ഹാഫ് കേരളൈറ്റ് സർ. അച്ഛൻ ബംഗാളിയാണെന്നേ ഉള്ളൂ. സോ ഈ നാടിനോടൊരു വല്ലാത്ത ഫാൻസി ഉണ്ട് സർ. സ്ഥലങ്ങളൊക്കെ പണ്ടെന്നോ കുഞ്ഞുനാളിൽ കണ്ടൊരു ഓർമ്മയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ. മണി, സാധനങ്ങളൊക്കെ എടുത്ത് വരെ വണ്ടിയിൽ വെക്ക. അല്ല സർ, ഞാനിന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ കണ്ട സ്റ്റേ ചെയ്യാം. നോ. സർ, എനിക്കിവിടെ വേറെ പരിചയങ്ങളൊന്നുമില്ല. യു വോണ്ട് നീഡ് ഇറ്റ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് വൈ സർ? ഐ ക്യാൻ. വേണ്ട, തനിക്ക് ഇവിടെ ശരിയാവില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്. ഫുള്ളി എയർ കണ്ടീഷൻഡ് അല്ല, സൗകര്യങ്ങളില്ല. നിന്നെ പോലെ സിറ്റി ലൈഫിന്റെ സ്പീഡും സ്പ്ലൻഡറും മാത്രം രുചിച്ചറിഞ്ഞിട്ടുള്ള സ്വർഗജാതകളായ IAS കുമാരിമാർക്ക് അന്തി ഉറങ്ങാൻ ഈ വീട് പറ്റില്ല, മതിയാവില്ല. ഗസ്റ്റ് ഹൗസിലാവുമ്പോ അസിസ്റ്റന്റ് കളക്ടറുടെ വിശാലമായ അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരു AC റൂം തരപ്പെടുത്താൻ കഴിഞ്ഞേക്കും. യു മേ പ്ലീസ് ഗോ നൗ. താങ്ക് യു സർ. വെൽക്കം.
hypocrite. Kondan. I hate you. മിസ് മുഖർജി, Oh God. I'm sorry, sir. I mean it. നോ യു ഡോണ്ട് മീൻ ഇറ്റ്. ഇവിടെ വന്ന് കയറിയിട്ടിപ്പോ എന്റെ മുമ്പിൽ ഇത് 5ാമത്തെ തവണയാണ് യാതൊരു ഉടുപ്പുമില്ലാതെ താൻ ആ വാക്കുച്ചരിക്കുന്നത്. സോറി, ഐ പിറ്റി യു. ദെൻ നാളെ ബി അറ്റ് ദ ഓഫീസ് ഓൺ ടൈം. മണി സാർ താൻ കൂടെ ചെല്ല്. എല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ പറയാൻ സുദേവനോട്. Sir,